സിലിഗുരി കോറിഡോർ ഇന്ത്യയുടെ ചിക്കൻ നെക്ക് അഥവാ കോഴിക്കഴുത്ത് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ബംഗ്ലാദേശ് പല കാലങ്ങളിലായി പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ബംഗ്ലാദേശിനായിരുന്നില്ല അവിടെ കണ്ണ്, അത് ചൈനയ്ക്കായിരുന്നു. പക്ഷെ ബംഗ്ലാദേശ് ഇക്കുറി പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഷേഖ് ഹസീനയ്ക്ക് ശേഷം മുഹമ്മദ് യൂനിസ് അധികാരത്തിലെത്തുമ്പോൾ അത് പിടിച്ചെടുത്താൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ബംഗ്ലാദേശിൻ്റെയും ചൈനയുടെയും കയ്യിലാകുമെന്ന്. ഇത്തരമൊരു വ്യാമോഹം പറഞ്ഞു വയ്ക്കുന്നത് ആദ്യമായിട്ട് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ ഇടക്കാല മുഖ്യ ഉപദേഷ്ടാവാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ചമഞ്ഞാണ് അവിടെ കഴിയുന്നത്. പക്ഷേ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചതിന് ശേഷം ഈ പറയുന്ന മുഹമ്മദ് യൂനിസിൻ്റെ നിലപാടുകളാകെ തന്നെ ഇന്ത്യക്കെതിരാണ്. കാരണം തീവ്രവാദ നിലപാടുകളുള്ള ആളാണ് മുഹമ്മദ് യൂനിസ്. മതമൗലികവാദത്തിൻ്റെ പിടിയിലായി ഒരു മതത്തിൻ്റെ തലച്ചോറ് കൊണ്ട് മാത്രം ചിന്തിക്കുന്ന മുഹമ്മദ് യൂനിസിന് ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന വടക്കു കിഴക്കൻ മേഖല അടർത്തിയെടുക്കണമെന്നുള്ള ഒരു വ്യാമോഹമുണ്ട്. ചൈനയുടെ ദാസ്യവേലയാണ് നിലവിൽ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷീ ജിൻപിങ്ങിൻ്റെ കാല് പിടിക്കാൻ പോയ നേരത്താണ് ആദ്യമായിട്ട് പറഞ്ഞത്, ഇന്ത്യയുടെ ഈ ചിക്കൻ നെക്ക് 35-40 കിലോമീറ്റർ പരമാവധി വരുന്ന ഈ മേഖലകൾ പിടിച്ചെടുത്താൽ ഇത് ചൈനയ്ക്ക് ഉപകാരപ്പെടുമെന്ന്. പക്ഷേ ഈ പറയുന്ന മുഹമ്മദ് യൂനിസിന് കൃത്യമായിട്ട് അറിയില്ല എന്ന് തോന്നുന്നു ഇന്ത്യയുടെ സൈനിക കരുത്തിനെ പറ്റിയിട്ട്. അതൊന്നും ഇപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ആസാമിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇന്ത്യക്ക് ഒരു ചിക്കൻ നെക്കാണുള്ളതെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശിനുള്ളത് 2 ചിക്കൻ നെക്കാണ്. ദക്ഷിൺ ദിജ്നാപൂർ മുതൽ തെക്ക് പടിഞ്ഞാറൻ ഗാരോ കുന്നുകൾ വരെ നീളുന്നതാണ് 80 കിലോമീറ്റർ നീളമുള്ള ആദ്യത്തെ ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ കോഴിക്കഴുത്ത്. ഇനി രണ്ടാമത്തേത് ദക്ഷിണ ത്രിപുര മുതൽ ബേ ഓഫ് ബംഗാൾ വരെ നീളുന്ന ചിറ്റഗോങ് കോറിഡോർ. ഈ മേഖല വെറും 28 കിലോമീറ്റർ ആണ്. ഇന്ത്യ ഇതങ്ങ് പിടിച്ചെടുത്താലുണ്ടല്ലോ പിന്നെ ബംഗ്ലാദേശിൻ്റെ 1/3 ഭാഗം ഇന്ത്യയുടെ കയ്യിലായിരിക്കും. ഇത് തിരിച്ചറിയാതെയാണ് ബംഗ്ലാദേശ് ഈ കിടന്ന് അട്ടഹസിക്കുന്നത് എന്നുള്ളതാണ്. അവരാണ് ബംഗാൾ ഉൾക്കടലിൻ്റെ അധിപർ എന്ന് വരെ ചൈനയിൽ പോയി വീമ്പ് പറഞ്ഞു. 4-3 വേഴ വള്ളം പോലും ഇല്ലാത്ത ഈ ബംഗ്ലാദേശ് കിടന്ന് കുരയ്ക്കുന്നത് ആരെ കണ്ടിട്ടാണെന്ന് ഇന്ത്യക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇന്ത്യയുടെ സൈനിക ശക്തിയെ ഒന്ന് ഓർക്കണമെന്ന് കൂടി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നുണ്ട്. ഇന്ത്യയുടെ സൈന്യത്തിന് നേരെ എന്തെങ്കിലും നീക്കം നടത്തണമെങ്കിൽ ബംഗ്ലാദേശ് ഒരു 14 തവണ കൂടി ജനിച്ചു വരണമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ബംഗ്ലാദേശിന് ഒരു മോദി വേണ്ട, അര വിശ്വശർമ്മ മതി. ആ അര വിശ്വശർമ്മ ഉണ്ടെങ്കിൽ തന്നെ ബംഗ്ലാദേശിൻ്റെ പണി കഴിയും. അത്തരത്തിലാണ് ബംഗ്ലാദേശിൻ്റെ നമ്മുടെ ആസാമിൻ്റെ സൈന്യമുണ്ട്, ആസാമിൻ്റെ പോലീസുണ്ട്. ആ പോലീസിനെ അങ്ങോട്ട് വിട്ടാൽ മതി, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് വലിയ പൊറുതിമുട്ടിയിരിക്കുന്ന ബംഗ്ലാദേശ് ഇന്ത്യയോട് വീണ്ടും വീണ്ടും ചൊറിയാൻ നിന്നാൽ ബംഗ്ലാദേശിൻ്റെ പരിപ്പ് കീറുമെന്നുള്ളതിൻ്റെ ആദ്യ സൂചനയാണ് ഈ നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശ് മോചനം നേടി 1971 ഇന്ദിരാഗാന്ധിയാണ് ഈ പറയുന്ന മോചനം നേടിക്കൊടുത്തത്. അന്ന് പാകിസ്ഥാൻ പറഞ്ഞത് ഭാരതം ഹമാര ബാസു കാട്ട് ദിയ എന്നാണ്. അതായത് ഇന്ത്യ ഞങ്ങളുടെ ഒരു കൈവെട്ടി കളഞ്ഞു, ഹം ഭാരത് കി സർ കാട്ട് ദേങ്കി, ഞങ്ങൾ ഇന്ത്യയുടെ തലവെട്ടും എന്നാണ് അന്ന് പാകിസ്ഥാൻ പറഞ്ഞത്. പാകിസ്ഥാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാശ്മീരിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ 1972 തന്നെ ബലൂചിസ്ഥാൻ്റെ മോചനം എന്ന് പറയുന്ന അടുത്ത മുദ്രാവാക്യം വീണ്ടും പാകിസ്ഥാൻ മുറിഞ്ഞു പോകാനായിട്ട് ഒരു പ്രദേശം കോപ്പ് കൂട്ടിയിരിക്കുന്നു. അത് ഇന്നിതാ വലിയ രീതിയിലുള്ള റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന അവസ്ഥ വന്നെത്തിയിരിക്കുന്നു. അത് മാത്രമല്ല സിന്ധും പഷ്തൂണിസ്ഥാനും അടക്കം പാകിസ്ഥാൻ 4-5 മുറിയായിട്ട് പോകും. ഈ പറയുന്ന പിഒകയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അത് ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ഓർക്കാതെയാണ് പാകിസ്ഥാൻ അന്ന് പറഞ്ഞത് ഇന്ത്യയുടെ തലവെട്ടുമെന്നൊക്കെ. വെറുതെ ദിവാസ്വപ്നം കണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക്, വെറും അക്രമി രാഷ്ട്രങ്ങൾക്ക് എന്തും പറയാമല്ലോ. അങ്ങനെ ഒരു ദിവാസ്വപ്നം കണ്ടിരിക്കുന്ന ഈ മുഹമ്മദ് യൂനിസ് നോബൽ സമ്മാനമൊക്കെ വാങ്ങിച്ച ആളാണ്. അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് പറഞ്ഞത് ഇന്ത്യയുടെ കോഴിക്കഴുത്ത് കട്ട് ചെയ്ത് ഞങ്ങളങ്ങ് പിടിച്ചെടുക്കുമെന്ന്. ഇന്ത്യ ഇറങ്ങിയാലുണ്ടല്ലോ ഇത് 4-3-7 പീസായി തീരുമെന്നുള്ളതിൻ്റെ ആദ്യ സൂചന, വെറും സൂചന. അതിന് യോഗി വേണ്ട, അമിത്ഷാ വേണ്ട, മോദി വേണ്ട, ഹിമന്ത ബിശ്വ ശർമ്മ മാത്രം മതി. ഇന്ത്യയിലെ BJP-കാരനായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ വാക്ക് മാത്രം മതി ഈ പറയുന്ന ബംഗ്ലാദേശ് തവിട് പൊടിയാവാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ബംഗ്ലാദേശ് പറയും മുമ്പ് ഒന്നുകൂടി ആലോചിക്കണം. ഷീ ജിൻപിങ് എന്ന് പറയുന്ന ചൈനക്കാരൻ്റെ അടുത്ത് പോയിട്ട് വാക്കും കൊടുത്ത് വരുമ്പോഴത്തേക്കും അത് ചൈനയുടെ ഈ പറയുന്ന തലസ്ഥാനം ഇവിടെ നിന്ന് എത്ര ദൂരെയാണെന്നുള്ളത് ഓർക്കണം. അത്രയും ദൂരമൊന്നുമില്ല ഇന്ത്യക്ക് ബംഗ്ലാദേശിനും ഇടയ്ക്കെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഈ പറഞ്ഞ പറച്ചിൽ എന്നുള്ളതാണ്. ചൈനയുടെ PL-15 എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ മിസൈല്
അത് ഒന്നുമല്ലാതാക്കി തീർത്ത രാജ്യമാണ് ഇന്ത്യ എന്നതുകൂടി ഈ അവസരത്തിൽ ഓർത്താൽ ബംഗ്ലാദേശിന് നല്ലത്. ഈ പറയുന്ന ചൈനയെ വിശ്വസിച്ച് പാകിസ്ഥാൻ ചെയ്തത്, പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് രണ്ടുപേരെ ഉണ്ടായിരുന്നു, ഒന്ന് തുർക്കി ഒന്ന് ചൈനയും. ഇവർ രണ്ടുപേരും കൊടുത്താൽ ചീറ്റിപ്പോകുന്ന സാധനങ്ങളായിരുന്നു. ഇന്ത്യയുടെ മുമ്പിൽ ഒന്നും ആയില്ല. ഇന്ത്യയുടെ അസ്ത്രങ്ങൾ ബ്രഹ്മാസ്ത്രം വരെയുണ്ട്, എടുത്തടിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് താങ്ങി നിൽക്കാൻ കഴിയില്ല, ഒലിച്ചു പോകും ബേ ഓഫ് ബംഗാളിലേക്ക് എന്നുള്ളതാണ് പറയാനുള്ളത്. മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഈ പറയുന്ന മനുഷ്യൻ, അതായത് ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് അവിടെ ഒരു ഇടക്കാല സർക്കാർ ഉണ്ടാക്കി അതിൻ്റെ മുഖ്യ ഉപദേശകനായിരിക്കുന്ന ആള് ഇപ്പോൾ അവിടുത്തെ മന്ത്രിമാരുടെ അടക്കം ഒരു സുരക്ഷാ സമിതിയുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ BNPയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും അടക്കം മുഹമ്മദ് യൂനിസിനെതിരെ നിൽക്കുകയാണ്. സൈന്യം നേരത്തെ എതിരാണ്. ഈ പറയുന്ന ചിറ്റഗോങ് കോറിഡോറിലൂടെ ഈ രാഖൈൻ മേഖലയിലേക്ക് സഹായം എത്തിക്കാനുള്ള നടപടികളുമായിട്ട് മുഹമ്മദ് യൂനിസ് മുന്നോട്ട് പോകുന്നതിനെ സൈന്യം എതിർത്തിരുന്നു. അത് ഏറ്റവും അവസാനത്തെ പ്രശ്നമാണെങ്കിൽ അതിനെ മുൻപേ തുടങ്ങിയതാണ് ബംഗ്ലാദേശും ബംഗ്ലാദേശിലെ സൈന്യവും തമ്മിലുള്ള പ്രശ്നങ്ങൾ. പല കാര്യത്തിനകത്തും സൈന്യത്തിന് വലിയ വിയോജിപ്പ് ഈ പറയുന്ന മുഹമ്മദ് യൂനിസിനോടുണ്ട്. ആ വിയോജിപ്പുകളെല്ലാം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭീഷണി, അറസ്റ്റ് ഏത് നിമിഷവും സംഭവിക്കുക എന്നുള്ളത് മുഹമ്മദ് യൂനിസിന് നേരെ ഉയരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അതിന് പകരം ഒന്ന് പറഞ്ഞതിന് 2 ചെക്ക് വെച്ചിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ സൈനിക ശക്തി കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ കളിക്കാൻ വന്നാൽ ബംഗ്ലാദേശിന് ഇങ്ങനെ 3ആയിട്ട് കീറിപ്പോകുന്ന അവസ്ഥ വരുമെന്നുള്ളതാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഒന്ന് ഓർമ്മിപ്പിച്ച് വെക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തും കൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.